ഇത്രയും വർഷത്തെ കാലത്തെ എൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മാപ്പിളപ്പാട്ട് കലാകാരിയാണെന്നേ പറയാൻ വേണ്ടി പറ്റൂ. വേറൊരു ജോലി എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് ഈ ദിവസം വരെ. അതുമായിട്ടാണ് ഇതുവരെ ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ പോകാൻ ആണ് ആഗ്രഹം. മാഷ് കുറേ കഷ്ടപ്പെട്ടു മാപ്പിളപ്പാട്ടിൻ്റെ അള്ള എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുമ്പോൾ അള്ള എന്ന് വരില്ല ഞങ്ങൾക്ക്, അള്ള അങ്ങനെ വരും. അതിൽ കുറേ കഷ്ടപ്പെട്ടു എന്നെ അള്ള എന്ന് വിളിപ്പിക്കും. പക്ഷേ ഇന്ന് അള്ളാന്ന് മാത്രമേ എനിക്ക് വരൂ. ഞങ്ങളൊരു ദൈവത്തിൻ്റെ ആ സമയത്തും വരുന്നത് അള്ള എന്നാണ്. എവിടെയും എത്തിയില്ല, പ്രശസ്തിയും പദവിയൊന്നുമില്ല. പക്ഷേ ഇന്നും കല്യാണ വീടുകളിൽ ഇപ്പോൾ ഒരു ലേഡീസിൻ്റെ കൈകൊട്ടിപ്പാട്ടുണ്ട്. ലേഡീസിൻ്റെ കൈകൊട്ടിപ്പാട്ട് അന്യം നിന്ന് പോയ ഒരു കല ഞാൻ തിരിച്ചെടുത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ചാനലിൽ മഴവിൽ മനോരമ, സീ കേരള എന്നീ ചാനലിലും കോമഡി ഉത്സവത്തിൽ ഗിന്നസ് റെക്കോർഡ് കൈകൊട്ടിപ്പാട്ടിന് നേടിയിട്ടുണ്ട്. എല്ലാം മാഷിൻ്റെ അനുഗ്രഹമുണ്ട്, അതുപോലെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. ഇന്നിവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. നീ കുറേ ഞങ്ങൾ കുറേ വർഷമായി കാണാത്ത ടീച്ചറേയും ഒന്നിച്ചവിടെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെൻ്റെ. അപ്പോൾ ഇവരെ കാണാത്ത എത്രയോ വർഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടുണ്ടായിരുന്നു. നമ്പർ എൻ്റെത് കിട്ടി, കേരള മാപ്പിള കലാ അക്കാദമിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരിക്കൽ കാണണമെന്ന് ഞാൻ മാഷെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, നിനക്ക് വരാൻ വേണ്ടി പറ്റുക, അപ്പോൾ എല്ലാവരെയും തമ്മിൽ കാണാമല്ലോ, സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇസ്മായിലിനെ വിളിച്ചു. ഇസ്മായിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസ്മായിലോട് നമുക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇസ്മായിൽ താളങ്കരയോട് ഞാൻ ജന്മം കൊണ്ട് കണ്ണൂരുകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് ഇപ്പോൾ കാസർഗോഡുകാരിയാണ്. 22 വർഷമായി കാസർഗോഡ് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഫീൽഡിൽ ഞങ്ങൾക്ക് കൂടുതലും അന്നം തരുന്ന ഒരു നാടാണ് കാസർഗോഡ്. ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്നും അവിടെയാണ് താമസം. ലോകം എല്ലാവരുടെയും പ്രോഗ്രാമിന് പോകുന്നുണ്ട്, പക്ഷേ കാസർഗോഡ് ആണ് കൂടുതലും കല്യാണ വീടുകളിൽ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഞാൻ സെറ്റിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും റംലിത്താൻ്റെ പാട്ടാണ് എനിക്കിഷ്ടം. ആയിഷ ബീഗത്തിനെയും 2 പാട്ടാണ് ഞാൻ സ്വതവേ എടുക്കൽ. കാരണം എൻ്റെ വോയിസിന് വേറൊരു പാട്ട് പാടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു റംലിത്താൻ്റെ സ്മൃതിക്ക് മുന്നിൽ ഒരു മഹദി പാടിയ ഒരു ഗാനം ഞാൻ ഇവിടെ പാടുന്നു.
കൊണ്ടുമേ ഒരു പുറം കുളം അത് വേണം ഉണ്ടുമേ കിണറത് വളർത്തുവത്താനം പെണ്ണിൽ പുരുഷനും ഉള്ളവർ മാനം ആനിമ്പ അണിമണി വടിവോടെ പശു വേണോമേ മകളൊത്ത ഉഴലിനെ ഇലയാക്കി കരുവിൻ ചൊന്നേ ഇരുലോകം ജയമണി നബിയുള്ള തിരുമും വന്നേ ഈരൈദേശ പിരിഞ്ഞൊരു കിഴവന് സലാമ ചൊന്നേ പൊന്നൊരു നാളകം നാളകം തന്നിൽ കണ്ണിയ ചേർത്ത് തരേണമയുങ്ങൾ തന്നിടണം ഒരു കത്തതിനിപ്പോൾ പൊന്നൊരു നാളകം നാളകം തന്നിൽ കണ്ണിയ ചേർത്ത് തരേണമയുങ്ങൾ തന്നിടണം ഒരു കത്തതിനിപ്പോൾ കത്തതിൽ നബിയർകൾ എഴുതിയും തരൂവിൻ മുത്തേ അപരാലെ നബികാർ കരമുള്ളി മരം മോഷിച്ചേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമ ചൊന്നേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമ ചൊന്നേ. Thank you.